ശ്രീജിത്ത് അറസ് എഴുതിയ മലയാള കവിതാ സമാഹാരങ്ങളുടെ പ്രകാശനം നടന്നു. അക്കൽദാമയിലെ ഒറ്റുകാർ, മദനവല്ലികൾ പൂത്ത നേരം എന്ന പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടന്നത്. അക്കൽദാമയിലെ ഒറ്റുകാർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തിരക്കഥാകൃത്തും നാടക നടനുമായ പ്രേംജിത്ത് സുരേഷ് ബാബു സത്കർമ്മ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ചെയർമാൻ ബഷീർ സത്കർമ്മയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. മദനവല്ലികൾ പൂത്തുനേരം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സംഗീത സംവിധായകനും ഗായകനുമായ അജയ് തിലക്, കടൽ പരിസ്ഥിതി പ്രവർത്തകൻ അജിത് ശംഖുമൂത്തിന് നൽകി പ്രകാശനം നിർവഹിച്ചു. കവി ശ്രീവരാഹ മുരളി പുസ്തക പരിചയം നടത്തി. തൈക്കാട് ചിത്തരഞ്ജൻ ഹാളിൽ നടന്ന പരിപാടിയിൽ EIM അക്കാദമി പ്രിൻസിപ്പൽ രാജേഷ് ഡേവിഡ് അധ്യക്ഷനായിരുന്നു. ഗ്രന്ഥകർത്താവ് ശ്രീജിത്ത് ആർഎസ് നന്ദി പ്രകാശനം നടത്തി. അച്ചടിച്ച പുസ്തകം മറ്റുള്ളവർ വായിക്കുക, അതിന്റെ അഭിപ്രായങ്ങൾ കേൾക്കുക എന്നതുപോലെ സന്തോഷകരമായ ഒരു മുഹൂർത്തം ഒരു എഴുത്തുകാരന് വേറെയില്ല. അതിന് പരിചയം ലഭിക്കും. ആ ഭാഷാ പരിചയമൊന്നും ഒരു പക്ഷേ ഇന്നത്തെ ആധുനിക കവിതകളിൽ എനിക്ക് പുസ്തകവുമായിട്ടുള്ള ആകെ ബന്ധം നന്നായി വായിക്കുന്ന ഒരാൾ എന്നൊരു ബന്ധം മാത്രമേ എനിക്കുള്ളൂ. വായിച്ചിട്ട് പുസ്തകം വളരെ സന്തോഷത്തോടെ, ശരിയാണ്, എല്ലാ കലയുടെയും എല്ലാ സാഹിത്യ രൂപങ്ങളുടെയും പ്രാഥമികമായിട്ടുള്ള ഉറവിടം കാവ്യമായതുകൊണ്ട് കാവ്യത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ കലകളും സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത്. കാവ്യം ഉപാസിക്കുന്ന ശ്രീജിത്തിന്റെ കാവ്യങ്ങൾ ഒരു പുസ്തകത്തിൽ വരുമ്പോൾ അതിനൊപ്പം വളരെ മനോഹരമായ ഒരു കവിതയുണ്ട്. ആദ്യത്തെ കവിതയാണ് മനക്കണ്ണ്. കണ്ണുനീർത്തുള്ളി നീ ജീവൻ ജ്വലിക്കുന്ന മാനസാന്തരത്തിന്റെ മാപ്പുസാക്ഷി. അത് ധാരാളമായിട്ടുള്ള സങ്കല്പങ്ങളും ബിംബങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് വളരെ മനോഹരമായി എഴുതിയിരിക്കുന്ന രണ്ട് പുസ്തകങ്ങളാണ്, കവിതകളുടെ സമാഹാരമാണ് ഈ രണ്ട് ഗ്രന്ഥങ്ങളും. ഇത് തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ വായിക്കുകയും വായിക്കപ്പെടുകയും ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകമായി പറയാനുള്ളത്. ശ്രീജിത്ത് നല്ലൊരു അധ്യാപകനാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ സാറടക്കം മഞ്ഞുപോലെയുന്നു നിറച്ചോർന്ന യൗവനം, കാറ്റിൽ പറക്കുന്ന അപ്പൂപ്പൻ താടി തന്ന ശ്രീജിത്ത് സാറിനോട് പ്രത്യേകം ഞാൻ എൻ്റെ നന്ദി, സ്നേഹവും ഇഷ്ടവും അറിയിക്കുക. ഈ ഒരു ബുക്ക് ഇങ്ങനെ ഏറ്റുവാങ്ങാനുള്ള പ്രേംജിത്ത് സാറിന്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങാൻ ഒരു സാഹചര്യം കിട്ടിയതിന് ഞാൻ ആ സാറിനോട് എന്റെ നന്ദി അറിയിക്കുകയാണ്, ഇഷ്ടം അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു സദസ്സിൽ നിൽക്കാൻ കഴിഞ്ഞത് നിങ്ങൾ എല്ലാവരോടും എന്നെ ഇങ്ങനെ ഇവിടെ നിർത്താൻ കഴിഞ്ഞത് ഞാനൊരു ചാരിറ്റി രൂപീകരിച്ചത് കൊണ്ടാണ്.